ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വീട്ടിലേക്ക് വരാണ്. അപ്പം ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ലഞ്ച് ഉണ്ടാക്കി. ഫ്രൈഡ് റൈസ്, ചപ്പാത്തി, കുറുമാവും പിന്നെ പായസം പിന്നെ കോളിഫ്ലവർ ഫ്രൈയും. സോ ഞാൻ മോർണിംഗ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ പ്രെപ്പും ചെയ്ത് വെച്ചു സൈഡിൽ. അപ്പം നമുക്ക് ഉച്ച സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു 1 hour 1.5 hours നമുക്ക് ലഞ്ച് റെഡിയാകും. സോ ഞാൻ ചപ്പാത്തി മാവും പിന്നെ ബജീൻ്റെ ഉള്ളതും പിന്നെ വെജിറ്റബിൾ കട്ടിങ്ങും പിന്നെ കോളിഫ്ലവർ ബജിന് റെഡിയാക്കി, പിന്നെ ജിഞ്ചർ ഗാർലിക് എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു. ഓൺലി ഓണിയൻ മാത്രം ആ സമയത്ത് ഞാൻ കട്ട് ചെയ്ത് ഉണ്ടാക്കി. സോ ഞാൻ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചു. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേഗം നമുക്കത് പണിയൊക്കെ നമുക്ക് ഫിനിഷ് ആകും. സോ ആദ്യം ഞാൻ പായസം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പാത്രം ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണം. വെള്ളം ചൂടാക്കിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വേണം പാൽ ഒഴിക്കാൻ. സോ ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാൽ, പിന്നെ കടയിൽ നിന്ന് മേടിച്ച ഇൻസ്റ്റന്റ് പായസം മിക്സ് ഇട്ടിട്ട് ഞാൻ പായസം ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഞാൻ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുക. ചീഞ്ചട്ടി എടുക്കുക, എണ്ണ ഇട്ടിട്ട് കടുക്, ജീരകം, പെരുംജീരകം ഇട്ടിട്ട് ഓണിയൻ ലോങ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ജിഞ്ചർ ഗാർലിക്കും പിന്നെ ഗ്രീൻ ചില്ലിയും പേസ്റ്റ് ഇട്ടിട്ട് പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ, പൊട്ടറ്റോ, പിന്നെ എല്ലാ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ മൂടി വെക്കുക. വിസിൽ വരുന്ന മുമ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഒക്കെ നല്ല സ്മാഷ് ആകും. സോ പിന്നെ ഞാൻ ഓൾറെഡി കോക്കനട്ടും കാഷ്നട്ടും ഇവിടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചു. സോ അതിട്ടിട്ട് അവസാനം കൊത്തമല്ലിയും കറി ലീഫും ഇട്ടിട്ട് കുറുമ റെഡിയായി. സോ ഇപ്പൊ ഇവിടെ ബജിന് കടലമാവ് 1 കപ്പ് കടലമാവ്, 1/4 കപ്പ് അരിപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും മുളക് പൊടിയും പിന്നെ ജീരകം ഇട്ടിട്ട് കുറച്ച് വെള്ളം ഇട്ടിട്ട് മാവാക്കണം. ഇത് അത്ര ലിക്വിഡ് ആവരുത്, കുറച്ചിങ്ങനെ തിക്കായിട്ടുണ്ടാവണം മാവ്. പിന്നെ കോളിഫ്ലവർ അതിലിട്ടിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ട് പിന്നെ അത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. സോ അങ്ങനെ ഞാൻ എല്ലാം വറുത്തെടുത്തു. പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് ചീഞ്ചട്ടിയിൽ നെയ്യിടുക, പിന്നെ ജീരകം, പിന്നെ ഫൈൻലി ചോപ്പ് ഗാർലിക്കും, പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾ ക്യാപ്സിക്കമും പിന്നെ സ്പ്രിംഗ് ഓണിയൻ പിന്നെ ഇട്ടു. പിന്നെ മിക്സ്ഡ് വെജിറ്റബിൾസ് ഇട്ടിട്ട് പിന്നെ കുറച്ച് ഒരു 1 ടീസ്പൂൺ വിനീഗറും സോയാ സോസും ഇട്ടിട്ട് റൈസും ഇട്ടിട്ട് പിന്നെ പെപ്പർ പൗഡർ ആൻഡ് ഫ്രൈഡ് നട്ട്സ്, കാഷ്യൂ നട്ട്സ് ആൻഡ് റേസിൻസ്. സോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി. സോ ഇതാണ് ഇന്നത്തെ ലഞ്ച്. സോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.